മാവേലിക്കര ഒരു വളരെ പേരുകേട്ട ചരിത്രം ഉൾക്കൊള്ളുന്ന ചരിത്ര നായകന്മാർ ഒരു നിര തന്നെയുള്ള ഈ മാവേലിക്കരയുടെ ഈ പുന്നമൂട് ദേശത്ത് നിങ്ങളുമായി സംവദിക്കുവാൻ ഒരുക്കപ്പെട്ട ഈ ധന്യ നിമിഷങ്ങൾക്കായി വളരെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. മാവേലിക്കര എന്ന ആ പേരിനെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചപ്പോൾ പണ്ട് ഇതിന് മഹാബലിക്കര എന്നൊരു പേരുണ്ടായിരുന്നു എന്ന് ഒരു നിഗമനം ഉണ്ട്. രണ്ടാമത് മാവേലിക്കര എന്ന് പറയുന്ന ഈ പദത്തെ മൂന്നായിട്ട് തരംതിരിച്ചാൽ മാ എന്ന പദത്തിന് സമൃദ്ധി എന്നും, വേലി എന്നാൽ വിസ്തൃതി എന്നും, കര എന്നാൽ ഭൂമി എന്നും അർത്ഥമുള്ള സമൃദ്ധിയോടെ വിസ്തൃതിയുള്ള ഒരു കരയായ മാവേലിക്കരയിൽ ടി.കെ. മാധവൻ പിള്ള സാറിനെ പോലെയുള്ള ശക്തരായ നേതൃത്വപാഠവുമുള്ള ഭരണാധികാരികൾ ഉൾക്കൊള്ളുന്ന ഈ ദേശത്ത് സർവദേശീയ ശബ്ദമായ സുവിശേഷത്തിൻ്റെ ശബ്ദമൊന്ന് അറിയിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതും സന്തോഷകരമായിരിക്കുന്ന കാര്യമെന്ന് നാം മനസ്സിലാക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയാതെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ ഒരു 4 വരി കവിത പാടിയതെൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. സ്വാതന്ത്ര്യം നേടുവിൻ, സ്വാതന്ത്ര്യം നേടുവിൻ, സ്വാതന്ത്ര്യം നേടുവിൻ സോദരങ്ങളെ, സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്തിനീ ജീവിതം, സ്വാതന്ത്ര്യം നേടുവിൻ സോദരങ്ങളെ. ഒരു കാലത്ത് ജാതീയമായ വർഗവർണ്ണ വിവേചനപരമായ ചരിത്രങ്ങളുണ്ടായിരുന്ന കേരളത്തിൻ്റെ മണ്ണിൽ അസമത്വത്തെ മാറ്റി സമത്വത്തിലേക്ക് ജനവിഭാഗങ്ങളെ കൊണ്ടുവരാൻ സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ അക്ഷീണം പ്രവർത്തിച്ചത് കേരള ചരിത്രത്തിൻ്റെ ഭാഗം ആണെന്ന് നാം മറന്നു പോകരുത്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ത് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു. വിനയത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും കരുത്ത് ഉൾക്കൊള്ളുന്നതാണ് പരമമായ സ്വാതന്ത്ര്യം. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു. വിനയത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും കരുത്ത് ഉൾക്കൊള്ളുന്നതാണ് പരമമായ സ്വാതന്ത്ര്യം. ആ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലാണോ ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിതിയെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിനയമുണ്ടോ, അച്ചടക്കമുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രസിഡന്റായിരിക്കുന്ന ബഹുമാന്യയായ മുർമുറു ദ്രൗപദി തൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിൽ ശ്രദ്ധേയമായൊരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹത്തായ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിന് പ്രധാനപ്പെട്ട 4 തൂണുകളുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുണർത്താനിടയായി. നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. നീതിയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും 4 തൂണിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ആ 4 തൂണുകളിൽ ലോക രാജ്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാസൗധമാണ് നമ്മുടെ ഭാരതം. ഈ കാര്യമൊക്കെ എഴുതുവാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും വാചാടോക്ഷോഭം ചെയ്യാനൊക്കെ കഴിയുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ
കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മനുഷ്യവർഗത്തിനിടയിൽ സമൂഹത്തിൽ ഇതുണ്ടോ എന്ന് നാം ശക്തമായി പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. സമത്വവും സാഹോദര്യവും നീതിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഉണ്ടോ എന്ന് കൂലങ്കഷമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, മതപരമായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പൗര സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നാം അഭിമാനിക്കുമ്പോഴും എവിടെയൊക്കെയോ കെട്ടുപിണഞ്ഞു കിടക്കുന്നു, എവിടെയൊക്കെയോ ചങ്ങലകളാൽ ബന്ധിതരായിരിക്കുന്നു, ആരൊക്കെയോ സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഈ കാലഘട്ടങ്ങൾ വിജ്ഞാനത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും വൈവിധ്യമാർന്ന മേഖലകളിലൊക്കെ ഉന്നതമായിരിക്കുന്ന സ്ഥാനം നാം അലങ്കരിക്കുന്നവരാണ്. എന്നാൽ അവനവന്റെ മനസാക്ഷിയോട് അവനവൻ തന്നെ ചോദിക്കേണ്ടുന്ന ഒരു വസ്തുത, ഞാൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൽ ആണോ ജീവിക്കുന്നത്? ഇവിടുത്തെ 3 വയസ്സുകാരിക്കും 30 വയസ്സുകാരിക്കും 8 വയസ്സുകാരിക്കും 80 വയസ്സുകാരിക്കും പട്ടാപ്പകൽ നമ്മുടെ നിരത്തിലൂടെ കടന്നു പോകാൻ കഴിയുമോ? ഭയം കൂടാതെ വീട്ടിനകത്ത് പാർക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഉത്തരമായി കാണുവാനായി സാധിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ പരാജയങ്ങളും വേദനകളും തകർച്ചകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് മുമ്പേ ഇവിടെ ഓർപ്പിച്ച് ജോസാർ പറഞ്ഞു, ഇവിടെ നിയമങ്ങളുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ കോടതി. ആ കോടതി ജഡ്ജിമാരുണ്ട്, അതിൽ വക്കീലന്മാരുണ്ട്, നിയമജ്ഞന്മാരുണ്ട്, നിയമ വ്യവസ്ഥിതികളുണ്ട്, പോലീസുണ്ട്, ഇവിടെ കാവലാളുകളുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും ഇവിടെ ഒരു നല്ല നിലവാരം പുലർത്തി ജീവിപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഇവിടെയാണ് സുവിശേഷത്തിന്റെ വലിയ ആ സത്യം നാം മനസ്സിലാക്കേണ്ടത്. സുവിശേഷത്തിന്റെ സത്യത നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. 1995 ഞാൻ പാലക്കാട് പാർക്കുമ്പോൾ തികച്ചും ഹൈന്ദവ സഹോദരങ്ങൾ സ്നേഹമുള്ള, വളരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പാർക്കുന്ന, ഹൈന്ദവർ മാത്രം പാർക്കുന്ന ഒരു വലിയ ഭൂപ്രദേശത്ത് ഇതുപോലെ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു ഗ്രാമത്തിൽ ഈ സുവിശേഷം അറിയിക്കാൻ ഞങ്ങൾ 2 പേർ അവിടെ കടന്നുപോയി. ആ ദേശത്ത് ആ സുവിശേഷം അറിയിക്കാൻ മൈക്രോഫോൺ എടുക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇവിടെ ഈ സന്ദേശം അറിയിക്കാൻ പാടുള്ളതല്ല. എങ്കിലും ഞാൻ അവരെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ശാന്തരാക്കി ഇരുത്തി. ഏകദേശം 1 മണിക്കൂർ ദൈവിക സുവിശേഷത്തിന്റെ കാതലായ പ്രസക്തമായ ഭാഗം അവിടെ ഓർമ്മിപ്പിച്ചു. ഞാൻ ആ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പാലക്കാട് ജില്ലയിൽ ഓരോ വീടിനും സ്ഥലങ്ങൾക്കും വേർതിരിവ് മുള കൊണ്ടുള്ള വേലിയാണ്. ആ മുള കൊണ്ടുള്ള വേലിയിൽ ഏതാണ്ട് 50 വയസ്സോളം പ്രായമുള്ള ഷട്ടിടാത്ത ഒരു മനുഷ്യൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ 4 വിരൽ വീതിയിൽ കുറി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം 1 മണിക്കൂറോളം ആ സന്ദേശം കേട്ടു. സന്ദേശം കേട്ടതിന് ശേഷം ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്പം ആശങ്കയൊക്കെ എനിക്കുണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ പുറകെ ഞാൻ പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിലേക്ക് ചെന്നു. കുനിഞ്ഞു കയറാൻ കഴിയുന്ന ഒരു കൊച്ചു വീട്. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ ഇല്ലാത്ത ദേവന്മാരുടെ എല്ലാവരുടെയും ഫോട്ടോ ഇവിടെയുണ്ട്, എല്ലാ നിലവിളക്കും അവിടെയുണ്ട്. ഒരു വലിയ ആരാധന കേന്ദ്രം എന്ന പോലെ എനിക്ക് അദ്ദേഹത്തിന്റെ ഭവനത്തെ കാണുവാൻ കഴിഞ്ഞു. ആ മനുഷ്യനോട് കാര്യം തൻ്റെ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കാനിടയായി. 1968 താൻ വിവാഹിതനായി. തമിഴ്നാട് സ്റ്റേറ്റിൽ പൊള്ളാച്ചിയിൽ നിന്ന് ഒരു വലിയ ധനിക കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വിവാഹം കഴിച്ചു. 1968 താൻ വിവാഹം കഴിക്കുമ്പോൾ തനിക്ക് കിട്ടിയ സ്ത്രീധനം
ആഭരണം എന്ന് പറയുന്നത് 101 പവനാണ്. അന്നത്തെ കാലത്ത് ഏതാണ്ട് 58 വർഷം മുമ്പുള്ള ആ കാലത്ത് അദ്ദേഹം വാങ്ങിയത് 101 പവൻ ആഭരണമാണ്. തനിക്ക് സ്വന്തമായി 300 പറ നെൽകൃഷി പാലക്കാട് ജില്ലയിലുണ്ട്. മാത്രമല്ല, പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും വളരെ ബൾക്കായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന വാളംപുളി കച്ചവടം താൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇഷ്ടം പോലെ ധനം, ധാരാളം സമ്പത്ത്, ഒരു പ്രശ്നമില്ലാതെ മുൻപോട്ട് പോയി. 1994 ഇതെല്ലാം നഷ്ടപ്പെട്ടു. കൃഷി നഷ്ടപ്പെട്ടു, തൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു, ആഭരണം നഷ്ടപ്പെട്ടു. 3 മക്കൾ തനിക്കുണ്ടായി. അതിൽ 21 വയസ്സുള്ള തൻ്റെ മൂത്ത മകൻ ഒരു മാനസിക രോഗിയായി തൻ്റെ ഭവനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കേവലം 15 വയസ്സോളം പ്രായമുള്ള തൻ്റെ ഇളയ മകൻ നാഷണൽ പെർമിറ്റ് ലോറിയിൽ ക്ലീനറായി പോയി കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ എൻ്റെ വീടിൻ്റെ കഴുക്കോലിൽ ഒരു കഷണം കയറിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ ഗ്രാമത്തിൽ ഞാൻ വിളിക്കാതെ, ഞങ്ങളറിയാതെ നിങ്ങൾ ഈ സന്ദേശം, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഈ സന്ദേശം അറിയിച്ചതുകൊണ്ട് ആത്മഹത്യയിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു. എനിക്ക് ഈ യേശുവിനെ വേണം. ഈ പകൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, പുന്നമൂട് ദേശ നിവാസികളെ, കാലങ്ങളായി, വർഷങ്ങളായി സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായ ശബ്ദം നിങ്ങൾ കേൾക്കുന്നവരാണ്. പാട്ടും പ്രാർത്ഥനയും നിങ്ങളുടെ വീട്ടിനകത്തുണ്ടാകാം. ഒത്തിരി ഇതുപോലെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കേട്ടു മറക്കാനല്ല, ഈ പകൽ ഈ സന്ദേശം നിങ്ങളോട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടുത്തിയത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, അത് വിലപ്പെട്ട ജീവിതമാണ്. ആ ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, തകർന്നു പോകാതിരിപ്പാൻ, നിത്യ നരകത്തിന്റെ അകത്തേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ ഉയർത്തി പറയുന്നു. ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഈ ബഹുമാന്യ ദൈവദാസന്മാർ, ബഹുമാനപ്പെട്ട സഹോദരന്മാർക്ക് ഈ മൈക്രോഫോൺ കൈമാറിയാൽ ഒത്തിരി അനുഭവം പറയാൻ കഴിയും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ജോലിയില്ലാത്തത് കൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് വേറെ പോകാൻ ഇല്ലാത്തതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, മാതാക്കളെ, പിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങൾ സ്നേഹത്തെ പ്രദർശിപ്പിക്കാനാണ് ഞങ്ങൾ ഈ പകൽ ഈ സുവിശേഷ കർത്താവിന്റെ സന്ദേശം ശക്തമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത്. ഞാൻ പറയട്ടെ, അങ്ങ് യെരൂശലേമിൽ പാലസ്തീന്റെ തെരുവിൽ മുഴങ്ങിയ ശബ്ദം, പാലസ്തീന്റെ മണ്ണ് വിട്ട്, യെരൂശലേം വിട്ട് യൂറോപ്പിലേക്ക്, ആഫ്രിക്കയിലേക്ക്, ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്, ഈ മാവേലിക്കരയിലേക്ക്, ഈ പുന്നമുടിലേക്ക് വന്നത് വെറുതെയല്ല. 2000 വർഷങ്ങളായി സാർവദേശീയ ശബ്ദമേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം എന്തിനിവിടെ വന്നു? അത് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, നിങ്ങളെ വിടിവിപ്പാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്, നിങ്ങളുടെ തീരാ ദുഃഖങ്ങൾക്ക് എന്നേക്കുമായി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം ഇവിടെ എത്തുവാനിടയായത്. ഇന്ത്യയുടെ മണ്ണിൽ ഒരർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം മുഴങ്ങിയത്. അത് ഇരുട്ടിലൂടെ മുഴങ്ങി, നാം ആരും അറിഞ്ഞില്ല. അർദ്ധരാത്രി ഡൽഹിയിൽ ആ ഫ്രീഡത്തിന്റെ ശബ്ദം മുഴങ്ങി. ഞാൻ പറയാം, ഇരുട്ടിൽ ഇവിടെ ഒരു ഫ്രീഡത്തിന്റെ ശബ്ദം, ഒരു ലിബർട്ടിയുടെ ശബ്ദം മുഴങ്ങിയെങ്കിൽ സർവ്വലോകത്തിനും വേണ്ടിയുള്ള
ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം മുഴങ്ങിയത് ഇരുട്ടിലല്ല, നട്ടുച്ചയ്ക്കാണ്. കാൽവറി മലമുകളിൽ ഇതാ ഒരുവന്റെ ശബ്ദം അത് മുഴങ്ങി. അത് എന്നേക്കുമുള്ള ഒരു സ്വാതന്ത്ര്യ ശബ്ദം. എന്താണെന്നറിയാമോ? ഇരുട്ടിരിക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കാൻ, ലോകത്തിന് വെളിച്ചമെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ വന്ന ഒറ്റ ഒരുവനുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. സ്വാതന്ത്ര്യത്തിന്റെ ചരിത്ര പുരുഷനായിരിക്കുന്ന ആ ക്രിസ്തു ഇവിടെ സ്വാതന്ത്ര്യം നൽകിയത് ഇരുട്ടിലല്ല, ഇരുട്ടിന്റെ മറവിലല്ല, ഇരുട്ടിയ ജനത്തിന് വെളിച്ചം കൊടുക്കാൻ കടന്നു വന്നവൻ നട്ടുച്ചയ്ക്കാണ്. സൂര്യൻ കത്തി ജ്വലിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം ലോകത്തോട് പ്രഖ്യാപിച്ചത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം നിങ്ങൾ അറിഞ്ഞാൽ, ആ സത്യത്തെ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിച്ചെടുത്താൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഇത് ഒരു റിയൽ ഫ്രീഡമാണ്. ഇതിനകത്ത് റിയാലിറ്റി ഉണ്ട്. യേശു ക്രിസ്തു വിഭാവനം ചെയ്ത, യേശു ക്രിസ്തു ഉയർത്തിപ്പറഞ്ഞ ഈ സ്വാതന്ത്ര്യം ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇത് ഒറിജിനലാണ്. ഇവിടെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മനുഷ്യനായി ജനിച്ചവൻ എങ്ങനെ ദൈവമാകാമെന്ന് ഓർത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദൈവമായവൻ ഇപ്പോൾ ഏതൊക്കെ തടവറയെ കിടന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. എന്നാൽ യേശു ക്രിസ്തു പറയുന്ന സ്വാതന്ത്ര്യം നൽകിയ കർത്താവ്, ഫ്രീഡം നൽകിയ കർത്താവ് ഇവിടെ മനുഷ്യനായി ജനിച്ചവനാണ്. അവൻ ദൈവമായിരുന്നവനാണ്. അവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസനായി, വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവൻ മനുഷ്യനായി ചുരുങ്ങി. ആ കർത്താവ് യേശു ക്രിസ്തു പ്രാണനാഥൻ, ലോകത്തിന്റെ ചരിത്ര പുരുഷൻ, ലോകത്തിൽ ജനിച്ചത് ജീവിച്ചു മരിച്ച് ഒടുങ്ങിപ്പോകാനല്ല, ഇവിടെ ജീവിച്ചു മരിച്ച് സ്വാതന്ത്ര്യ മനുഷ്യനെ കൊടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി ആ യേശു ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, താങ്കൾ ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരിക്കാം, താങ്കൾ ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, താങ്കൾ ഒരു പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, താൻ പള്ളിക്ക് താങ്കൾ ദാനം ചെയ്യുന്ന ആളായിരിക്കാം, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹൃദയത്തെ കൊടുക്കുന്നില്ലെങ്കിൽ എത്ര ഭയാനകമായിരിക്കാം തങ്ങളുടെ ജീവിതമെന്ന് ഞാൻ ഈ പകൽ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. എൻ്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, നാം യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണോ? എന്താണ് ബൈബിൾ പറയുന്ന സ്വാതന്ത്ര്യം? ഈ ലോകത്ത് നമുക്ക് പല സ്വാതന്ത്ര്യമുണ്ട്. വാഹനം ഓടിക്കാം, ഒരാളെ തല്ലാം, ഒരാളെ കൊല്ലാം, ഒരാളെ വെടിവെക്കാം, മറ്റു പല കാര്യം ചെയ്യാൻ അവനവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കൊല്ലാനും തല്ലാനും വെടിവെക്കാനും തകർത്ത് കളയാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിന്നെ ജയിലിൽ അടയ്ക്കാനും ഇവിടുത്തെ ഗവൺമെന്റിന്, ഇവിടുത്തെ അധികാരികൾക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യം കൂടെ മറന്നു പോകരുത്. എന്നാൽ മറ്റൊരു സ്വാതന്ത്ര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്നു. ഏതാണ് ആ സ്വാതന്ത്ര്യം? തല്ലാൻ പറ്റാത്തൊരു സ്വാതന്ത്ര്യം, യഥാർത്ഥൊരു മനുഷ്യനായി ജീവിക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഗ്രീസ് എന്ന് പറയുന്നത് തത്വജ്ഞാനത്തിന്റെ തറവാടാണ്. ആ തത്വജ്ഞാനത്തിന്റെ തറവാടെന്ന് പറയുന്ന ഗ്രീസിന്റെ അഥേനയുടെ മണ്ണിലൂടെ പട്ടാപ്പകൽ ഒരു മനുഷ്യൻ കത്തിച്ച ശരീരാന്തരമായി നടക്കുന്ന ഒരു കഥ ഒരു തത്വചിന്തകൻ എഴുതി. ആ ഗ്രീസിന്റെ അഥേനയുടെ തെരുവിലൂടെ ആ ഒരു മനുഷ്യൻ കത്തിച്ച ശരീരാന്തരമായി നട്ടുച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്തൊക്കെയോ പരതുന്നു, എന്തൊക്കെയോ നോക്കുന്നു. വഴിയാത്രികനെ ഒരു മനുഷ്യൻ ചോദിച്ചു, താങ്കൾ എന്താണ് ഈ നട്ടുച്ചയ്ക്ക് തൻ്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ശരീരാന്തര വെളിച്ചത്തിൽ എന്താണ് താങ്കൾ നോക്കുന്നത്? ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, കഥയിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മനുഷ്യത്വമുള്ള മനുഷ്യനെ ഞാൻ തേടുകയാണ്. താങ്കൾക്കത് കാണാൻ കഴിഞ്ഞോ?
എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്താ ചരിത്രം ഈ സംഭവം ഓർപ്പിക്കുന്നത്? ഞാൻ പറയട്ടെ, ലോകത്തിൽ മനുഷ്യരുണ്ട്, പക്ഷെ മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിലുണ്ട്. ഇവിടെ തത്വജ്ഞാനമുണ്ട്, ഇവിടെ ഇസങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്, ഇവിടെ മതമുണ്ട്, മതസംഹിതമുണ്ട്, മതപ്രഭാഷകന്മാരുണ്ട്, ഇവിടെ സകലമുണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യത്വമുള്ള മനുഷ്യരെ കാണാൻ കഴിയുന്നില്ല? എന്നാൽ ചരിത്രത്തിൽ ഇറങ്ങി വന്ന ഒരു ചരിത്ര പുരുഷനുണ്ട്, അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. യേശു ക്രിസ്തു മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. തല്ലാൻ പ്രേരിപ്പിച്ചിട്ടില്ല, അടിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല, കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടില്ല, മുടിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. വാൾ എടുത്തവനോട് വാൾ ഉറയിലിടാൻ പറഞ്ഞവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായിരിക്കുന്ന യേശു ക്രിസ്തു. മനുഷ്യത്വമുള്ളവരെ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാൻ കഴിയുന്ന ഏക മനുഷ്യപുത്രൻ സർവശക്തനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ പാപിയാണെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് കുഴപ്പം. ഞങ്ങൾ പലയിടത്തും പോയി പ്രസംഗം പറയാറുണ്ട്, ഇതുമാത്രം പറയരുത്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് സമ്മതമാ, പക്ഷേ പാപിയാണെന്ന് പറയരുത്. ഞാൻ പറയട്ടെ, തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? പാപമുണ്ടെങ്കിൽ പാപം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, പാപമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ ബാങ്ക് കൊള്ളയടിച്ചാൽ, ആ കൊള്ളക്കാരനെ പിടിച്ചാൽ, അവന്റെ മുമ്പിൽ ഒരു ടിവിയുടെ ചാനലിന്റെ ആ വീഡിയോഗ്രാഫർ വന്ന് അവൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ, വീഡിയോ പിടിക്കാൻ തുടങ്ങി, എന്തിനാണ് അവൻ മുഖം മറയ്ക്കുന്നത്? എന്തിനാണ് കൊള്ള നടത്തിയിട്ട് അവൻ ഒളിവിൽ പോകുന്നത്? അതിൻ്റെ അർത്ഥം പാപം ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ പകൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, പാപമുണ്ട്, പക്ഷേ പാപത്തിന് പരിഹാരം എവിടെ? മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ അർപ്പണങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ തർപ്പണങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ യാത്ര കൊണ്ടോ, മനുഷ്യൻ ദാനധർമ്മങ്ങൾ കൊണ്ടോ, എവിടെ കയറുന്നത് കൊണ്ടോ, ഇറങ്ങുന്നത് കൊണ്ടോ, കുളിക്കുന്നത് കൊണ്ടോ, നീരാടുന്നത് കൊണ്ടോ മനുഷ്യന്റെ പാപത്തിന് മാറ്റം വരുന്നില്ല. ഒരേ ഒരു കാര്യം ചെയ്യണം, ഒറ്റ കാര്യം ചെയ്യണം. പാപത്തിന് പരിഹാരമായി ഒഴുകപ്പെട്ട ഒരു രക്തമുണ്ട്. അത് പുണ്യാഹ രക്തമാണ്, അത് പരിശുദ്ധ രക്തമാണ്. ആ രക്തത്തിന് കളങ്കമില്ല, ആ രക്തത്തിൽ പാപമില്ല. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത ഒരു പരിശുദ്ധനുണ്ട്. അവനാണ് ക്രിസ്തു. ആ ക്രിസ്തു 33.5 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു. 3.5 വർഷങ്ങൾ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കുരുടന്മാർ കാഴ്ച കൊടുത്തു. അവൻ മുടന്തന്മാരെ നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ക്രിസ്തു ഗതസമനം മുതൽ ഗോൽഗോഥ വരെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി അടികളേറ്റു, പീഡകളേറ്റു. നിലം ഉഴുതുമറിക്കുന്ന പോലെ യേശു ക്രിസ്തുവിന്റെ പുറം ഉഴവുചാല് പോലെ അടിച്ചു കീറപ്പെട്ടു. പച്ചമാംസം പറഞ്ഞ് താഴെ വീടു. എന്നിട്ടും ഒന്നും ഉരിയാടാതെ, തന്നെ ശകാരിക്കുന്നവരോട് പകരം ശകാരിക്കാതെ, തന്നെ അടിക്കുന്നവർക്ക് പകരം അടിക്കാതെ, മൗനമായി ശാന്തമായി അത് സഹിപ്പാൻ ഇടയായി. പാരമ്പര്യ മരക്കുരിശുമായി യേശു ക്രിസ്തു യെരുശലേമിന്റെ വീഥികളിലൂടെ ഒരിക്കൽ സൗഖ്യം നടത്തിയ, ഒരിക്കൽ ആലിംഗനം ചെയ്ത, ഒരിക്കൽ മാറ്റം വരുത്തിയ, ഒരിക്കൽ ജനത്തെ സ്നേഹിച്ച അതേ തെരുവിലൂടെ കാൽവരി മലമുകളിലേക്ക് പാരമ്പര്യ മരക്കുരിശുമായി യേശു നടന്നു നീങ്ങുന്ന കാഴ്ച പ്രിയ സ്നേഹിത താങ്കൾക്ക് കാണാൻ കഴിയുമോ? 2 കള്ളന്മാർക്ക് നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ 2 കൈകൾ ക്രൂശിന്മേൽ വിരിക്കപ്പെട്ടവനായി, 2 ആണികളാൽ 2 കാലുകൾ ചേർത്ത് വയ്ക്കപ്പെട്ട് ഒരാണിയാൽ 3 ആണികളാൽ യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ആർക്കു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടി. 1981 നവംബർ മാസം 11-ാം തീയതി ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പൻ കർത്താവ് എനിക്കൊരു ഭാഗ്യമൊരുക്കിയെങ്കിൽ, ആ സമാധാനം, ആ സന്തോഷം ദീർഘവർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് കൂടെയുള്ള പ്രിയപ്പെട്ടവർ പണത്തിൻ്റെ സമ്പാദനത്തിന് വേണ്ടിയല്ല, രക്ഷയുടെ മാർഗം അകത്ത് വന്നപ്പോൾ നിത്യ നരകത്തിൽ നിന്നുള്ള എന്നേക്കുമായിരിക്കുന്ന വിടുതൽ പ്രാപിപ്പാൻ യേശു മാത്രമാണ്, യേശുവിനോട് മാത്രമാണ് കഴിയുമെന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ രക്ഷകനായ ക്രിസ്തുവിനെ അവർ സ്വീകരിപ്പാനിടയായെങ്കിൽ
ഇന്ന് പകൽ ഉറപ്പിക്കട്ടെ, ക്രിസ്തുവിനോട് മാത്രമാണ് നമുക്ക് ഒരു രക്ഷയുള്ളത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാവരും ക്രൈസ്തവർ പറയുന്ന ഒന്നാമത്തെ പോപ്പ് എന്ന് പറയുന്ന പത്രോസ് ക്രൈസ്തവ സഭാ ചരിത്രത്തിന്റെ കന്നി പ്രസംഗത്തിൽ, ആദ്യ പ്രസംഗത്തിൽ സവിസ്തരം നെഞ്ചുവിരിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ മനുഷ്യരുടെയിൽ ഭൂമുഖത്ത് യേശു നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഞാന് സമത്വമുള്ള, അരാജകത്വമില്ലാത്ത, കുലപാതകമില്ലാത്ത, വർഗവർണ്ണ വെറിയില്ലാത്ത ഒരു രാജ്യം സ്വപ്നം കാണുന്നു. ദാരിദ്ര്യമില്ലാത്ത, യുദ്ധമില്ലാത്ത, യുദ്ധക്കൊതിയില്ലാത്ത, അക്രമമില്ലാത്ത, അഴിമതിയില്ലാത്ത ഒരു രാജ്യം ഞാൻ ഭാവനയിൽ കാണുന്നു. ആ കാണുന്ന കാഴ്ച അദ്ദേഹം പറഞ്ഞു, ആ രാജ്യം സ്ഥാപിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഞാൻ ബൈബിളിൽ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്ന യേശു ക്രിസ്തുവിന് മാത്രമാണ് സമത്വ സുന്ദരമായ, സാഹോദര്യമുള്ള, നീതിയുള്ള ഒരു രാജ്യം സ്ഥാപിക്കാൻ കഴിയൂ. പ്രിയ സ്നേഹിത, താങ്കൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു ക്രിസ്തു ഈ ലോകത്തിൽ സമത്വ സുന്ദരമായ ഒരു രാജ്യം സ്ഥാപിപ്പാൻ ഇവിടെ വരും. കാറൽ മാർക്സ് വിഭാവനം ചെയ്ത ആ രാജ്യമല്ല, ഇവിടുത്തെ പല മതങ്ങളും വിഭാവനം ചെയ്ത ആ രാജ്യമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിഭാവനം ചെയ്ത ആ രാജ്യമല്ല. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന, എല്ലാ മനുഷ്യർക്കും തുല്യനീതിയുള്ള, എല്ലാ മനുഷ്യർക്കും തുല്യ സമത്വമുള്ള ഒരു രാജ്യം വരാൻ പോകുന്നു. ആ രാജ്യം ക്രിസ്തുവിൻ്റെ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ അവകാശിയാകാൻ നിങ്ങൾ ഇപ്പോൾ പോകുന്ന പോക്കിൽ പോയാൽ നടക്കില്ല. ഒന്ന് റൂട്ട് മാറി സഞ്ചരിക്കൂ, ഈ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരൂ. ഇത് കാൽവൽ തകർക്കപ്പെട്ട ക്രിസ്തുവിനോട് നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദീർഘനാളുകളായി നിങ്ങൾ വേദനിക്കുന്ന ഒരു വ്യക്തിയാണോ? ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ ഇപ്പോൾ സ്നേഹിതനടുക്ക് നിൽക്കുന്ന വ്യക്തിയാകാം. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ കൈമാറി പണം വാങ്ങുന്ന വ്യക്തിയാകാം. പക്ഷെ നിന്റെ അകത്ത് നെരിപ്പോട് പോലെ പുകയുന്ന വിഷയമുണ്ട്. സ്വന്തം ഭാര്യയോടോ, സ്വന്തം ഭർത്താവിനോടോ, മക്കളോടോ, ചാർച്ചക്കാരോട് പറയാൻ കഴിയാത്ത ആമേ തിങ്ങി നിറഞ്ഞ് ഭാരമുള്ള വിഷയമായി, നിങ്ങൾ ഹൃദയത്തിനകത്ത് പേറുന്ന വിഷയമായി ആമേ എന്നെ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. മരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ തേടിയെത്താം. അതിനു മുമ്പ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ മടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ദൈവദിനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന ബേക്കറിയുടെ പേര് പറഞ്ഞ് ആ ദൂത് പറയാൻ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ആ ഇന്ന ബേക്കറിയിൽ നടത്തുന്ന മന്യസ്നേഹിത അതായത് എന്നിവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള സുവിശേഷത്തിൻ്റെ അവസാന ചാൻസ് ഇതാണ്. ഇപ്പോൾ യേശുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ആവർത്തിച്ച പരിശുദ്ധാത്മാവിൽ സംസാരിച്ചത് കേട്ടില്ല. എന്നാൽ അവിടെ ശുശ്രൂഷ കർത്താവിദാസൻ ഇന്ന് കോട്ടയത്ത് സഭാ ശുശ്രൂഷകനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൻ്റെ യാത്രയിൽ ബൈക്ക് ആക്സിഡന്റിൽ ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു. ഞങ്ങൾ ഇന്ന് പകൽക്കാലങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ല, നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല, ഒരു സത്യം പറയാൻ ആത്മാവിൽ പ്രചോദരാകുന്നു. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്ന്, നിങ്ങളുടെ അടുക്കലേക്ക് വന്ന്, നിങ്ങൾ വിളിക്കാതെ, നിങ്ങൾ ഞങ്ങളെ വിളിക്കാതെ, നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കാതെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് യേശു ഞങ്ങളെ അയച്ചതാണ്. ഈ സന്ദേശം അറിയിപ്പാൻ ഞങ്ങളെ അയച്ചതാണ്. അതുകൊണ്ട് ആ കൽവറിയിലേക്ക് നോക്കാൻ എത്ര പേർ ഈ പകൽക്കാലം സമ്മതമായിരിക്കുന്നു? ഇന്ന് പകൽ നിങ്ങളുടെ പാപത്തോട് നിങ്ങൾ വിട പറയട്ടെ. ശാപമുള്ള ജീവിതത്തോട് ഒന്ന് വിട പറയട്ടെ. മതത്തോട്, മതസംഹിതയോട് വിട പറഞ്ഞ് നിഷ്പക്ഷമായി കൂലങ്കഷമായി ചിന്തിച്ച് ഈ ക്രിസ്തുവിലേക്ക് വരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാം നീ,
തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാതെ തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാതെ തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാതെ രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഞങ്ങളെ ക്ഷമയോടെ ശ്രമിച്ച എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നത്